മുസ്ലിം ജനവിഭാഗത്തോട് കേന്ദ്ര സർക്കാരിന് ഇത്രയ്ക്ക് പക തോന്നുന്നതിനുള്ള കാരണം മനസ്സിലാവുന്നില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ള വസ്തുതയൊക്കെ സർക്കാർ അപ്പാടെ മറന്നമട്ടാണ്. കേരളത്തിൽ ഈ കളി നടക്കാതിരിക്കുന്നതിന്റെ കാരണം ഇവിടെ ശക്തമായ ഒരു സർക്കാർ അവർക്കൊപ്പം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ കേന്ദ്രത്തിൽ അതല്ല അവസ്ഥ. പലപ്പോഴും ഒരു മനുഷ്യനായി പോലും മുസ്ലിങ്ങളെ കാണാൻ സർക്കാർ കൂട്ടാക്കുന്നില്ല. അവർ ആരുടെയും കൂടെ ചുവട് വെച്ച് വന്നവരല്ലെന്നും ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ വളർന്നു വന്നവരാണെന്നും ഇയാൾ മറക്കുന്നു. ന്യൂനപക്ഷമാണെന്ന് കരുതി മുസ്ലിം സഹോദരങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന സ്ഥിതി മോദിക്ക് മാത്രമല്ല ഇന്ത്യക്ക് മൊത്തത്തിൽ ദോഷമേ ചെയ്യൂ. BJP അധികാരത്തിൽ വന്നതോടുകൂടി ഹിന്ദു തീവ്രവാദമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാനാകും. മുസ്ലിങ്ങളുടെ യുക്തിക്കോ ഭക്തിക്കോ യാതൊരു തരത്തിലുമുള്ള പരിഗണനയും നൽകാതിരുന്ന മോദി ഗവൺമെന്റ് ഇപ്പോൾ അവരുടെ ആരോഗ്യത്തെ പോലും രണ്ടാം തരമായി കാണുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹോളി ആഘോഷം നടക്കുന്ന 14-ാം തീയതി മുസ്ലിം ആളുകൾ നിസ്കരിക്കാൻ പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ പുതിയ ഉത്തരവ് വന്നത്. ജുമാ നമസ്കാരം നടക്കുന്നത് പള്ളിയിലും ഹോളിയുടെ ആഘോഷം നടക്കുന്നത് ഓരോ വീടുകളിലും തെരുവോരങ്ങളിലും ആയിട്ട് കൂടി ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. ഒപ്പം തന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ വെള്ളിയും ജുമാ നമസ്കാരം ഉണ്ടെന്നും ഹോളി വർഷത്തിൽ ഒരിക്കലേ ഉള്ളെന്നും ആദിത്യനാഥ് പറയുകയുണ്ടായി. രാജ്യമെങ്ങും അതിനെതിരെ ഉള്ള പ്രതിഷേധം ഉയരുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത വിവാദ പ്രസ്താവന. അതേ യൂപ്പിലെ തന്നെ ബല്ലിയയിൽ ആരംഭിക്കാനിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ മുസ്ലിങ്ങളെ ചികിത്സിക്കാനായി പ്രത്യേക വിഭാഗം ഉണ്ടാക്കണമെന്ന് BJP MLA പറയുകയാണ്. ഹിന്ദു ആഘോഷങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ചികിത്സ പാടില്ല എന്നതാണ് ഇതിനു പറയുന്ന ന്യായം. ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്കായി മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ചികിത്സാ വിഭാഗം നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി ആദിത്യനാഥിനോട് ആവശ്യപ്പെടുമെന്നും ബാൻസ്ബീഹ് MLA കേതകി സിംഗ് അറിയിക്കുകയുണ്ടായി. എന്തൊരു കാടനീതിയാണെന്ന് ഓർക്കണേ. വിശ്വാസങ്ങളെക്കാളും പ്രാർത്ഥനകളെക്കാളും വലുതാണ് ഒരാളുടെ ജീവൻ. ഒരു ആശുപത്രിയിൽ, അതും മെഡിക്കൽ കോളേജിൽ, ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗ സ്ഥലത്ത് മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ യുക്തിബോധം എവിടെയാണെന്ന് നോക്കൂ. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകളെ തിരഞ്ഞെടുക്കുന്ന ആളുകളെയാണ് ആദ്യം കുറ്റം പറയേണ്ടത്. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് എന്നൊക്കെ പറഞ്ഞത് വെറും നുണയാണ്. എത്രമാത്രം സാക്ഷരത ഉണ്ടായിട്ടും കാര്യമില്ല. ആളുകളുടെ മനസ്സിൽ നിന്നും ഇത്തരം വിഷയം ഇറങ്ങിയാൽ മാത്രമേ രാജ്യത്ത് സമാധാനവും ഐക്യവും ഉണ്ടാവൂ. UP സർക്കാരും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഹോളിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള പ്രകോപനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് കേതകി സിംഗ് മതമനുസരിച്ച് സർക്കാർ സേവനം വിഭജിച്ചു നൽകാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് നിർത്തുന്നതാണ് മോദി ഭരണം മുന്നോട്ട് വയ്ക്കുന്ന രീതി. മനുഷ്യനെ മനുഷ്യനെ കാണാനോ മതത്തിന് അതീതമായി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാനോ BJP സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ തയ്യാറല്ല എന്ന കാര്യം പകൽ പോലെ സ്പഷ്ടമാണ്. ഇത് അംഗീകരിച്ചു കൊടുത്താൽ വെള്ളത്തിനും ഭക്ഷണത്തിനും റോഡിനും എന്ന് തുടങ്ങി സകല കാര്യങ്ങൾക്കും ഈ ഒരു തരം പിരിവ് ഉണ്ടാകാൻ സർക്കാർ ശ്രമിക്കുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ താമര വിരിയാൻ സമ്മതിക്കില്ലെന്ന് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ വാശി പിടിക്കുന്നത്.